5 മിനിറ്റ് കൊണ്ട് 5 മാർക്ക്. ചോദ്യം പഠിച്ചോളൂ സുഹൃത്തുക്കളെ. ഒന്നാമത്തെ ചോദ്യം, കിങ്ഡം മൊനീറയെ 2ആയി വിഭജിച്ച് പുതിയ 2 കിങ്ഡം ആക്കി. അതെ, കിങ്ഡം മൊനീറനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 കിങ്ഡം ആക്കി. ഏതാണ്? കിങ്ഡം ബാക്ടീരിയ ആൻഡ് കിങ്ഡം ആർക്കിയ. അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിലുണ്ടോ? ഒന്നാമത്തെ ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ കിങ്ഡം ബാക്ടീരിയ ആർക്കിയ. അപ്പോൾ ആൻസർ കിട്ടിയില്ലേ? യെസ്. എന്തല്ലേ? ഓക്കെ. എന്നാൽ ഇനി രണ്ടാമത്തെ ചോദ്യം. ഇവിടെ പുലുസു ഒരു 3 പെട്ടി തന്നിട്ടുണ്ട്. ഈ 3 പെട്ടിയിൽ കുറച്ച് ഭാഗങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? മിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. എക്കിനോഡെർമാറ്റിന്റെ പെക്യുലാരിറ്റി. എക്കിനോഡെർമാറ്റിന്റെ പെക്യുലാരിറ്റി എന്താ? അതിനെന്തുണ്ട്? സ്പൈൻസ് ഉണ്ട്, മുള്ളുകളുണ്ട്. ഓക്കെ, അപ്പോൾ സ്പൈൻസ് ഉണ്ട് എന്ന് എഴുതി വെച്ചാൽ മതി. അതാ മുള്ളുകളുള്ള ശരീരത്തോട് കൂടിയ സമുദ്രജീവികൾ. ആ ഒരു പോയിന്റ് അവിടെ പ്ലേസ് ചെയ്യാം. അപ്പോൾ ഒരു മാർക്ക് കിട്ടി. പിന്നെ അടുത്തത് അതിൻ്റെ ഉദാഹരണം സ്റ്റാർ ഫിഷ് അവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ചോദ്യം, സെഗ്മെന്റഡ് ബോഡിയുടെ ഓർഗാനിസം. സെഗ്മെന്റഡ് ബോഡി, ഗണ്ഡങ്ങളോട് കൂടിയ ശരീരമുള്ള ജീവികൾ. അതായത് നമ്മൾ ട്രെയിനിൻ്റെ ഓരോ ബോഗികൾ പോലെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബോഡി. അതാർക്കാണുള്ളത്? അത് ഫൈലം അനലിഡക്കാണുള്ളത്. അനലിഡ ഇവിടെ ഉണ്ടോ? ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫൈലം അനലിഡ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ എഴുതേണ്ടത്? അനലിഡ എന്ന് എഴുതണം. അനലിഡ എഴുതി കൊടുത്തു. ഇനി അനലിടക്ക് ഉദാഹരണം ചോദിക്കണ്ടേ? അനലിടക്ക് ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ എഴുതാം? മണ്ണിര എഴുതാം, അട്ട എഴുതാം. അപ്പോൾ ഇവിടെ നോക്കൂ, മണ്ണിരയുണ്ട്, കുളയട്ടയുമുണ്ട്. അപ്പോൾ അത് എഴുതി വെക്കാം. മണ്ണിര അല്ലെങ്കിൽ കുളയട്ട. ഓക്കെ, മണ്ണിരയുടെ ഇംഗ്ലീഷ് എന്താണ്? എർത്ത് വേം. അപ്പോൾ ഇവിടെ എന്താ പ്ലേസ് ചെയ്യേണ്ടത്? എർത്ത് വേം എന്ന് പ്ലേസ് ചെയ്യണം. പിന്നെ മറ്റൊന്ന് എന്താണ്? ലീച്ചാണ്. ലീച്ച്. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞു. ഇനി അടുത്തത് നാലാമത്തത്. ഇവിടെ ഡി ഓപ്ഷൻ. ചെറുതും മൃദുവായതും പരന്ന ശരീരമുള്ള വിരകൾ. അതിന് ഉദാഹരണം പ്ലനേറിയ. ഉദാഹരണം കിട്ടിയാൽ തന്നെ മനസ്സിലാവും. പ്ലനേറിയയിൽ പ്ലായുണ്ട്, പ്ലാറ്റിയൽമിന്തസിലും പ്ലായുണ്ട്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? പ്ലാറ്റിയൽമിന്തസ് ആയിരിക്കും. പ്ലാറ്റിയൽമിന്തസിൻ്റെ പ്രത്യേകത ആണല്ലോ സ്മാൾ, സോഫ്റ്റ്, ഫ്ലാറ്റ് ബോഡിയുടെ വേർബ്സ്. ഫ്ലാറ്റ്. ഓക്കെ, ഫ്ലാറ്റ് അങ്ങനെ കണക്ട് ചെയ്യുക. അപ്പോൾ പ്ലാറ്റി ഹെൽമിന്തസ് ആയിരിക്കും ഡി വരുന്നത്. അപ്പോൾ ഡി എന്താണ്? പ്ലാറ്റി ഹെൽമിന്തസ്. ഓക്കെ അല്ലേ? അപ്പോൾ അതെല്ലാം കിട്ടി. ഇനി ഒരു ചോദ്യം കൂടി ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ അനലൈസ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ. കുറച്ച് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കാനാണ്. ദ ബോഡി ഓഫ് ആൽഗെ ഇസ് കാൾഡ് താലസ്. ആൽഗയുടെ ബോഡി താലസ് എന്നറിയപ്പെടുന്നു. ശരിയാണോ? ശരിയാണ്. കാരണം ആൽഗയ്ക്ക് എന്തില്ല? റൂട്ട്, സ്റ്റെമ്മു, ലീഫ് ഒന്നുമില്ല. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്, ദ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഓഫ് ജിംനോസ്പേം ആർ നോൺ ആസ് കോൺസ്. ജിംനോസ്പേമുകളുടെ റീപ്രൊഡക്റ്റീവ് ഭാഗം, പ്രത്യുൽപാദന ഭാഗം കോണാണ് ഇത്രേ. ശരിയല്ലേ? ശരിയാണ്. ആൻജിയോസ്പേമിൻ്റെ ആണ് ഫ്ലവർ, ജിംനോസ്പേമിൻ്റെ കോണാണ്. അപ്പോൾ അതും ശരിയാണ്. പിന്നെ വാസ്കുലാർ ടിഷ്യൂസ് ആർ ആബ്സെൻറ്റ് ഇൻ ബ്രയോഫൈറ്റ. ബ്രയോഫൈറ്റയിൽ വാസ്കുലാർ ടിഷ്യൂസ് ഇല്ല. ശരിയാണ്. ബ്രയോഫൈറ്റയിലും ആൽഗയിലൊന്നും എന്തില്ല? വാസ്കുലാർ ടിഷ്യൂസ് ഇല്ല. ടെറിഡോഫൈറ്റിലാണ് വാസ്കുലാർ ടിഷ്യൂസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, സംവഹനകലകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതന്നെ ചെറിയ ലളിതമായ സ്ട്രക്ചറിലാണ്. അപ്പോൾ ആ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇനി 4 നോക്കാം. സൈലം വെസൽസ് ആർ ആബ്സെൻറ്റ് ഇൻ ആൻജിയോസ്പേംസ്. ആൻജിയോസ്പേംസിന് സൈലം വെസൽ ആബ്സെൻ്റ് ആണ് ഇത്ര. ആൻജിയോസ്പേംസിലാണ് എല്ലാ വെസലും ട്രക്കിയോടും എല്ലാം ഉള്ളത്. അപ്പോൾ അതെന്താണ്? ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ ആദ്യത്തെ 3 ശരി, നാലാമത്തേത് തെറ്റ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടോ നോക്കൂ സുഹൃത്തുക്കളെ. അതായിരിക്കുന്നു. ഇവിടെ പോയി ഇതാണ് ആദ്യത്തെ 3 ശരി, 4 തെറ്റ്. 1, 2, 3 ശരി, 4 തെറ്റ്. അപ്പോൾ ആൻസർ ഏതാണ്? എ. ഓക്കെ, ആൻസർ എ. അപ്പോൾ 5 മാർക്ക് കിട്ടിയിട്ടോ. എത്ര മിനിറ്റ് കൊണ്ട്? 5 മിനിറ്റ് കൊണ്ട്. ഹാപ്പി അല്ലേ? സി യു സൂൺ. ഇത് നിങ്ങളുടെ സ്വന്തം അറക്കൽ.